മർമ്മത്ത് കൊള്ളുന്ന നർമ്മം, അതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. നിശ്ചിതമായ വിമർശനത്തിന് ഒരു മടിയും കാണിച്ചിട്ടില്ല. കല, അതായത് സിനിമ കൊണ്ട് ഇത്രയേറെ ഒരു ആയുധം തീർക്കാനായിട്ട്, അത് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയാനായിട്ട് കഴിഞ്ഞ ഒരു ചലച്ചിത്രകാരൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് ഇപ്പോൾ. സാറിന് ഒരു അടുപ്പമുണ്ടായിരിക്കും ശ്രീനിവാസനോട്. അല്ല, ശ്രീനിവാസൻ്റെ സിനിമകൾ കണ്ടുള്ള പരിചയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാക്കാരിൽ ഒരാളാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ ഒരു പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിനൊരു അതിശക്തമായ ഹാസ്യ പാരമ്പര്യമുണ്ട്. കുഞ്ചൻ നമ്പ്യാരിൽ തുടങ്ങി അത് VKNൽ വരുന്നുണ്ട്. സിനിമയിലെ VKN ആണ് ശ്രീനിവാസൻ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, VKNൻ്റെ ഒരു സവിശേഷത ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ചരിത്രം, സാമൂഹ്യ ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിൽ സാധാരണ നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ. അത് തന്നെയാണ് ശ്രീനിവാസനും ചെയ്യുന്നത്. ശ്രീനിവാസൻ വളരെ വിചിത്രമായ ചില യുക്തികൾ കൊണ്ടുവരും. ഇപ്പോൾ തലഗണയന്ത്രത്തിലാണെന്നാണ് തോന്നണം, കടം മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാശി ചോദിച്ചു. കാശി ചോദിച്ചിട്ട് അയാൾ എന്തോ ചീത്ത പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസൻ്റെ യുക്തി, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എത്രയോ കടം വാങ്ങിക്കുന്നു, എന്നിട്ട് അമേരിക്ക ഇന്ത്യയെ കാണുമ്പോൾ ചീത്ത പറയാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള യുക്തികൾ പറയുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ശ്രീനിവാസൻ്റെ സിനിമകളാണ് ഒരു മടുപ്പുമില്ലാതെ ഇപ്പോഴും ആളുകൾ കണ്ടിരിക്കുന്നത്. ഒരു മടുപ്പുമില്ല കാര്യത്തിൽ. റിപ്പീറ്റ് വാല്യൂ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. മടുപ്പില്ലാതെ കാണാം എന്നാണ് ഞാൻ പറയുക. ഒരു മടുപ്പുമില്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. ഇപ്പോഴും നമ്മളത് കണ്ട് ചിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരുപാട് ഈ പോളണ്ടിനെ പറയരുത് ഇന്ന് ഞാൻ വായിച്ചൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു എന്നുള്ളതാണ്. പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചാലും ഇല്ലെങ്കിലും പോളണ്ടിനെ പറയരുത് എന്നുള്ളൊരു കാര്യം മലയാളത്തിലൊരു ശൈലിയായിട്ട് മാറി എന്നുള്ളതാണ്. എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതും ഒരു ശൈലിയായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ താത്വിക അവലോകനം ഒരു ശൈലിയായി മാറി, അന്തർധാര ഒരു ശൈലിയായി മാറി. ഈ അന്തർധാര എന്ന വാക്കിന് ഇന്ന് കൈവന്നിരിക്കുന്ന ഒരു നൂതനമായ അർത്ഥമുണ്ട്. ആ നൂതനമായ അർത്ഥതലം നൽകിയത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ്റെ തിരക്കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മലയാളിയുടെ മോഹങ്ങളും ദുർമോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഈ പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പറയുന്ന സിനിമയിൽ താറാവ് ആദ്യം തട്ടാനായിരുന്നു, പിന്നീട് അത് തട്ടാന്മാരുടെ പ്രതിഷേധം വന്നപ്പോൾ താറാവായി. ആ പൊന്മുട്ടയിടുന്ന താറാവിൽ ഇത് ചെമ്പിൽ സ്വർണ്ണമാക്കി, ഇപ്പം സ്വർണം ചെമ്പായി മാറിയാണ്. മറ്റതങ്ങനെയല്ല. ശ്രീനിവാസൻ്റെ സിനിമയിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റി ഒരു പൂത്താലി പണിത് കൊടുക്കുകയാണ്. ആ പൂത്താലി ധരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ആ പൂത്താലി മേടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചു എന്നാണ്. ഇപ്പം തേപ്പ് എന്നുള്ളതിന് എന്തെല്ലാം അർത്ഥതലങ്ങളാണ് വരുന്നത്. ആ പൂത്താലി വാങ്ങിയിട്ട് വേറൊരുത്തൻ്റെ ഭാര്യയായിട്ട് പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്നത് ഒരു സാധാരണക്കാരൻ മുതൽ എല്ലാവരും ഒരുതരം കാപട്യം ജീവിതത്തിൽ പ്രയോഗിക്കുന്നു എന്നാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർത്തും കപടനാടകമാടാത്ത ഒരു കഥാപാത്രം പോലും ശ്രീനിവാസൻ്റെ സിനിമയിൽ വരാറില്ല. ഏതെങ്കിലും ഒരു തലത്തിലുള്ളൊരു കാപട്യം എല്ലാവരുടെ ജീവിതത്തിലും ശ്രീനിവാസൻ കാണുന്നുണ്ട്. ഈ ശ്രീനിവാസൻ്റെ സിനിമയിൽ കാണുന്നൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഇത്രയേറെ ആത്മവിമർശനം നടത്തുന്ന ഒരാളും വേറെയില്ല. അവനവനെ തന്നെ കാഴ്ചവസ്തുവായി കണ്ടുകൊണ്ട് അവനവനെ പരിഹസിക്കാനുള്ള ഒരു വലിയ പ്രവണത അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫലിതത്തിൻ്റെ ഒരു സവിശേഷത. പല സന്ദർഭങ്ങളിലും പല കഥാപാത്രങ്ങളായിട്ട് വന്ന് ഈ ഫലിത രൂപത്തിൽ നിൽക്കുന്നതൊക്കെ ശ്രീനിവാസൻ തന്നെയാണെന്നുള്ളതാണ് വസ്തുത. ചില ഉഡായിപ്പ് തരികിടകളായിട്ട്, ആ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമയിലും അടിമുടി തരികിടയാണ്. ഇത്രയും തരികിടയായിട്ട് എങ്ങനെയാണ് ഒരാൾ ജീവിക്കുക എന്ന് നമ്മൾ പക്ഷേ ഇത്രയും തരികിടക്കാരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ കാണാത്തൊരു തരികിടക്കാരനെയും നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധ്യമല്ല.
അപ്പോൾ അയാൾ കഥ പറയുകയാണ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുചേലവൃത്തം തന്നെയാണ്. ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ളൊരു ബന്ധം ഒരു സമകാലിക സംഭവത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പോഴും മനുഷ്യ മനസ്സിൽ സ്വാധീനിക്കുന്ന വൈകാരിക രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വന്നുപെടുന്നുണ്ട്, അതെല്ലാത്തിലും വന്നുപെടുന്നുണ്ട്. ഈ വൈകാരിക രംഗങ്ങൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ രൂക്ഷമായ സാമൂഹിക വിമർശനമുണ്ട്. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ആളുകൾക്ക് കാശുള്ളവനെ ബഹുമാനിക്കാൻ അറിയില്ല. അപ്പോൾ പറയും ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ്സുകാരും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ കുറച്ച് കമ്മ്യൂണിസ്റ്റാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ദുരന്ത ജീവിതം മുഴുവൻ അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്നും അതിൽ നിന്ന് കോൺഗ്രസ്സിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തുടങ്ങി ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രേമവും ക്യാപിറ്റലിസ്റ്റ് വിധേയത്വവും ഒരുമിച്ച് വന്ന് നിന്നതിൻ്റെ ആ ഒരു ദുരന്ത ചിത്രം അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ ഡയലോഗിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ചെറിയൊരു ഡയലോഗാണ് അത്, ഏതാണ്ട് ആ മറ്റേ സിനിമക്കാരെ പരിഹസിക്കുന്ന ഒരു സിനിമയിലാണത് വന്നിട്ടുള്ളത്. ആ പരിഹാസത്തിന് ഇദ്ദേഹം ഏറ്റവും അടുത്ത മിത്രങ്ങളെയും ഇരയാക്കിയിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ പരിഹാസത്തിന് ഇരയാകാത്തവരായ ആരുമില്ല, ശ്രീനിവാസനുമില്ല. അത് ശ്രീനിവാസന് കൂടി ബാധകമാണ്. അല്ലാതെ അവനവനെ മഹാനാക്കി വെച്ചതിന് ശേഷം മറ്റുള്ളവരെ വിമർശിക്കുന്ന രീതിയല്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതുണ്ട് എന്ന് കരുതിയിട്ട് വിമർശിക്കുന്ന രീതിയാണ്. അത് അദ്ദേഹം തിരക്കഥാകൃത്തായി. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം എഴുതുന്ന കഥകളാണ് എനിക്കിഷ്ടം. ആ കഥകളിലും സിനിമകളിലൂടെയാണ് നമ്മൾ മലയാളികൾ, ഒരു മധ്യവർഗ മലയാളികൾ, അതാണല്ലോ മിഡിൽ ക്ലാസ് മലയാളികളുടെയാണ് ഈ ജീവിതം മുഴുവൻ വരുന്നത്. ആ മിഡിൽ ക്ലാസ് മലയാളികളുടെ ജീവിതവും അതിൻ്റെ ചെറ്റത്തരവും എല്ലാം നമ്മൾ കണ്ട് നമ്മളെ തന്നെ നമ്മൾ പരിഹസിക്കുന്ന, നമ്മളെ തന്നെ നമ്മൾ നോക്കി ചിരിക്കുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കാൻ ശ്രീനിവാസൻ്റെ സിനിമകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള കാര്യം. അത് സാധാരണ ഇതിൽ അങ്ങനെ സിനിമാക്കാരിൽ കാണാറില്ല. അന്ന് വരെ നമ്മൾ കണ്ട സിനിമകളല്ല ശ്രീനിവാസൻ്റെ ഇതിൽ വരുന്നത്. ശ്രീനിവാസൻ്റെ സിനിമയിൽ വരുമ്പോൾ വലിയ മോഹങ്ങളുള്ളവരുണ്ട്. മിഡിൽ ക്ലാസ്സുകാരനാണ്, ഒരിക്കലും തീരാത്ത മോഹങ്ങളുമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു രീതി മിഡിൽ ക്ലാസ്സുകാരനുണ്ട്. ഇതിന് മുൻപ് ഇതിൻ്റെ വേറൊരു തരത്തിലുള്ള ആവിഷ്കാരം കണ്ടിട്ടുള്ള അരവിന്ദൻ്റെ സിനിമാ സംവിധായകനായ അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്നൊരു കാർട്ടൂൺ പരമ്പര, കാർട്ടൂൺ കഥയെന്ന് പറയാൻ പറ്റില്ല, കാർട്ടൂൺ വെച്ചുകൊണ്ടുള്ള ഒരു ഏറ്റവും അവസാന പേജിൽ വരുന്ന ചെറിയ മനുഷ്യരും വലിയ ലോകവും, അതിൽ മിഡിൽ ക്ലാസ്സുകാരൻ്റെ അല്പത്വങ്ങളൊക്കെ വരുന്നുണ്ട്. ആ മിഡിൽ ക്ലാസ്സുകാരൻ്റെ അല്പത്വങ്ങൾ അതിനകത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മിഡിൽ ക്ലാസ്സുകാരനെ സിനിമയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിട്ടുള്ളത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ്റെ സിനിമയിൽ വരുന്നതൊക്കെ ഈ മിഡിൽ ക്ലാസിൻ്റെ അതിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ കാണുന്നതാണ്. പേരില്ല, മാധവൻ എന്നുള്ളത് MA ധവാനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്രിക്കറ്റ് കളിക്കാൻ പോയി നിൽക്കുന്ന, ക്രിക്കറ്റ് കളി അറിയില്ലെങ്കിലും മിഡിൽ ക്ലാസ്സുകാർക്ക് ഏറ്റവും വലിയ താല്പര്യം, ഇപ്പം അത് നിങ്ങൾക്കൊന്നും അറിയില്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ എല്ലാവരും ഒരുമാതിരപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരുമാതിരി കാശ് ഇത്തിരിയുള്ള മിഡിൽ ക്ലാസ്സുകാരൊക്കെ എന്ന് വെച്ചാൽ ഈ പോക്കറ്റ് റേഡിയോ മേടിക്കും. എന്നിട്ട് ഈ പോക്കറ്റ് റേഡിയോ മേടിച്ചിട്ട് ഇങ്ങനെ ചവിട്ടിൽ വെച്ചുകൊണ്ടിരിക്കും, ക്രിക്കറ്റ് കമൻട്രി കേൾക്കുന്നതാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ക്രിക്കറ്റ് കമൻട്രി പറയുന്നവൻ എന്ന് വെച്ചാൽ ആ പറയുന്നവൻ അവനല്ലാതെ ലോകത്താർക്കും ഈ പ്രൊനൗൺസിയേഷൻ മനസ്സിലാകരുത് എന്ന് കരുതിയാണ് പറയുന്നത്. അത് ഇംഗ്ലീഷ് ശൈലി കേട്ട് ശീലമില്ലാത്തൊരു മനുഷ്യൻ കേട്ട് കഴിഞ്ഞാൽ ഇവനൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ക്രിക്കറ്റ് അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്ന രീതിയിൽ, ഇത് വെച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലാണ് ഈ MA ധവാൻ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഇതൊക്കെ ഈ മിഡിൽ ക്ലാസ്സുകാരുടെ സംഗതിയാണ്. അത് വരുമ്പോൾ അച്ഛനും അമ്മയും പോരാ, ഞാൻ ഈ കൺട്രി ഫാദേഴ്സിനെയും മദേഴ്സിനെയും അല്ല പ്രതീക്ഷിക്കുന്നതെന്ന് പറയുക. ഈ രീതിയിലുള്ള കഥാപാത്രങ്ങൾ. അതുപോലെ വേറൊരു സാധനം ഉള്ളതെന്ന് വെച്ചാൽ, ഇത് എങ്ങനെ മാറുന്നു എന്നുള്ളത് നാടോടിക്കാറ്റില അല്ലെങ്കിൽ മറ്റതിലൊന്നും തന്നെ ആ സിനിമയുടെ പട്ടണപ്രവേശത്തിലാണെന്നറിയില്ല, ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ട്രാൻസിസ്റ്റർ കിട്ടുകയും ആ ട്രാൻസിസ്റ്റർ ഒരു ബോംബായിരുന്നതുകൊണ്ട്
ഇത് കറയെ കൊണ്ടേ കൊടുക്കുകയും അപ്പം വേറൊരാൾ വന്നിട്ട് ഇത് 1500 രൂപയ്ക്ക് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു രംഗം. ഇപ്പം അതായത് ഈ ചായ കുടിക്കാൻ കാശില്ലാതെ പച്ചവെള്ളം കുടിക്കാൻ കാശില്ലാതെ നടക്കുന്ന സമയത്താണ് ഈ 1500 രൂപ കിട്ടുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്വഭാവം മാറി. ടാക്സി എന്ന് പറഞ്ഞിട്ട് ടാക്സിക്ക് പോവുകയാണ്. ഇത് ഈ രീതിയിലുള്ളത്. അതുപോലെ പിന്നെ ഇത് എവിടെയെങ്കിലും പോയിട്ട് മാനേജറായിട്ട് തീരണം എന്നുള്ള ഇവരുടെ ആഗ്രഹം വരിക. മാനേജർ മലയാളികളുടെ ഒരു കാലത്തുള്ള സംഗതിയായിരുന്നു. മിഡിൽ ക്ലാസ്സുകാരനെ എങ്ങനെയെങ്കിലും കള്ളവണ്ടി കയറി ബോംബെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും മാനേജറാണെന്ന് പറയും. എന്തിൻ്റെ മാനേജറാണെന്ന് അറിയണം. അന്ന് ബോംബെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫാർ അവേ, വളരെ ദൂരെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അത് തന്നെയാണ് ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ദുരന്തമാണ്. മറ്റേ ഇത് വടക്ക് നോക്കി യന്ത്രം എന്നാണ്, തലയിണ മന്ത്രം. വടക്ക് നോക്കി യന്ത്രമുള്ള തലയിണ മന്ത്രം. തലയിണ മന്ത്രത്തിൽ കാഞ്ചന എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിട്ട് ഉർവശി വന്ന് അഭിനയിക്കുന്ന അസാമാന്യ പെർഫോമൻസ് ഉർവശി നടത്തിയിട്ടുള്ളതാണ്. അതിൽ ഒരുത്തൻ ഇങ്ങനെ വന്നിട്ട് അവൻ ഈ ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള ആർത്തിയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആർത്തിയിൽപ്പെട്ട് ഒരുത്തൻ്റെ ജീവിതം ദുരന്തമായി തീരുന്നത് എല്ലാം ഈ മിഡിൽ ക്ലാസ്സുകാരൻ്റെ ജീവിതമാണ്. ഈ മിഡിൽ ക്ലാസ്സുകാരൻ്റെ ജീവിതമാണ് അയാൾക്കറിയാവുന്നത്. അയാൾക്കറിയാവുന്ന ജീവിതത്തെയാണ് അയാൾ ആവിഷ്കരിച്ചത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അറിയാത്ത ജീവിതത്തെ ആവിഷ്കരിക്കാനുള്ളതാണ് എന്നൊരു സങ്കല്പത്തിലല്ല. ഈ ശ്രീനിവാസൻ്റെ സിനിമകളിലൊന്നും അതിമാനുഷരില്ലല്ലോ. തല്ലുകൊള്ളുന്ന ഹീറോയാണുള്ളത്. ഹീറോ പോയിട്ട് 13 പേരെ ഒറ്റ ഇടിക്ക് വിളിച്ചു നിർത്തുന്നതല്ല. അത്തരം ഹീറോകളെ അസാമാന്യമായി പരിഹസിച്ചിരിക്കുന്നതാണ് മറ്റേ ആ സിനിമയെ കുറിച്ചുള്ള 2 സിനിമകൾ. ഇത്തരം അപ്പോൾ അതിനകത്ത് ഉദയനാണ് താരം, പിന്നെ വേറൊരു കക്ഷി മറ്റൊരു സിനിമയും കൂടെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എന്നാലും ബാബു നീ സരോജ് കുമാർ എന്നാലും ബാബു നീ ഓടിക്കളഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞ്, ഞാൻ സാറ് ഈ 13 പേരെയൊക്കെ ഒറ്റയ്ക്ക് ഇടിച്ച് വീഴുന്നത് കണ്ടാണ് ഞാൻ സാറിൻ്റെ ഫാനായത്. അപ്പോൾ സാർ അവരെയൊക്കെ ഒറ്റയ്ക്ക് ഇടിച്ച് വീഴ്ത്തുമെന്ന് കയറിയിട്ടാണ് ഞാൻ ഓടിയത്. അപ്പോൾ പറഞ്ഞു, അത് സിനിമയിലല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലെന്ന് പറഞ്ഞാൽ ഒരിക്കലും മെയ്ഡ് ബിലീഫാണെന്നാണ് അവർ പറയുന്നത്. സത്യമാകണ്ട അല്ലെങ്കിൽ ഇത്. പക്ഷേ ശ്രീനിവാസൻ്റെ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മിഡിൽ ക്ലാസ്സുകാരൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തെ ആവിഷ്കരിക്കുക എന്നൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ശ്രീനി ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ ജീവിതവും മലയാളികൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ശുഭോദർക്കമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു.